ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു റീൽ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചില റീൽസൊക്കെ കിട്ടുന്ന സമയത്ത് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും സോർട്ട് ചെയ്യുക. പക്ഷേ ചില റീലുകൾ നമ്മൾ നിർത്തി കുറച്ചധികം പറയാനുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി സംസാരിക്കേണ്ടതുണ്ടെന്ന് തോന്നുമ്പോൾ ആ ഒരു റീലിന് വേണ്ടി മാത്രം ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാറുണ്ട്. അങ്ങനെ ഇന്ന് നമ്മൾ ഒരു റീൽ കണ്ടു കഴിഞ്ഞപ്പോൾ അത് വെർജിനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ആ റീലിനെ കുറിച്ച് വളരെ വ്യക്തമായി സംസാരിക്കണമെന്ന് തോന്നിയതുകൊണ്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ട് ഉണ്ണി വ്ളോഗ്സ് ഇനി ഫയൽ എന്ന് പറയുന്ന നമ്മുടെ മെയിൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. സമയം പോലെ കണ്ടു നോക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ റീൽ റിയാക്ഷന് വേണ്ടിയിട്ട് ഒരു 4-5 റീലുകൾ നമ്മൾ എന്തായാലും ഇപ്പോൾ കാണും. ആൻഡ് റീൽ റിയാക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൽ 2026 നമ്മൾ ആദ്യമായി ചെയ്യുന്ന വീഡിയോ ആണിത്. സോ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരുടെയും ന്യൂ ഇയർ പരിപാടികൾ ഗംഭീരമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാവർക്കും എപ്പോഴും ശരിയാവണമെന്നില്ലല്ലോ. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല എന്ന് പറയുന്ന പോലെയാണ്. പക്ഷേ തുടക്കം മോശമായ പിന്നെ ഈ വർഷം പോയി എന്നൊക്കെ വിചാരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. തുടക്കത്തിൽ പാളിപ്പോയിട്ടുള്ള മാച്ചുകളുള്ള സമയത്ത് തന്നെയാണ് ഇന്ത്യ വേൾഡ് കപ്പ് അടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തുടക്കം മോശമായി എന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട. തുടക്കം നന്നായി എന്ന് വെച്ച് ഇപ്പോൾ കിട്ടിയിട്ടുള്ള മൊമെൻറ്റം കളയാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനം. സോ ഈ വർഷം അടിപൊളിയായിരിക്കട്ടെ. വർഷാവസാനം തിരിഞ്ഞു നിന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നഷ്ടങ്ങളെക്കാൾ കൂടുതൽ നേട്ടങ്ങളുള്ളൊരു വർഷമായിരിക്കട്ടെ ഇത് എന്നാശംസിച്ചിട്ട് നമ്മൾ റീൽ റിയാക്ഷനിലേക്ക് കിടക്കുകയാണ്. ആദ്യത്തെ റീലിലേക്ക് കിടക്കുകയാണ്. മമ്മൂട്ടിയുടെ കഥാപാത്രം എൻ്റെ അച്ഛൻ്റെ കഥാപാത്രം മീൻസ് എൻ്റെ ഫാദർ അങ്ങനെയാണ്. എൻ്റെ ഫാദർ കുറേ ഇങ്ങനെ വൾണറബിൾ ആയിട്ടുള്ള പെൺപിള്ളേരെ കണ്ടുപിടിക്കുകയും അവരെ പോയി വീട്ടിൽ പോയി ഇങ്ങനെ ഫേക്കായിട്ട് പേരുകളൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത ഒരാളാണ്. അതിന് അങ്ങനെ ഒരു മാരേജ് ഉണ്ടായ ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് പക്ഷേ എന്നെ കൊന്നിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് ആ സിനിമ ഞാൻ എൻ്റെ എന്തോ ഒരു എന്താ പറയുക കോയിൻസിഡൻസ് പറയുമ്പോൾ എൻ്റെ 30ാമത്തെ വയസ്സിലാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് മമ്മൂട്ടിയുടെ കഥാപാത്രം എന്ന് പറയുമ്പോൾ എൻ്റെ ഫാദറിൻ്റെ ഞാൻ ഇതുവരെ കണ്ടില്ല. എനിക്ക് ഫാദറിനെ പോലെയാണ് തോന്നുന്നത്. അത്രയും ക്രൂരനായിട്ടുള്ളൊരു ഒരു ഫാദറിൻ്റെ മോളാണ് ഞാൻ. അപ്പോൾ ഞാൻ പലയിടത്തും എൻ്റെ ഫാദറിനെ പറ്റി പല ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഭയങ്കര ഇവിടെ എന്താ അച്ഛനെ പറ്റി ഇങ്ങനെ പറഞ്ഞതൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് മമ്മൂട്ടിയുടെ കളങ്കാവിനകത്തുള്ള ഒരു ക്യാരക്ടർ, ഒരു റിയൽ ക്യാരക്ടറാണ് എൻ്റെ ഫാദർ പറയുന്നത്. അയാൾക്ക് ഇതുപോലെ വേറെ കുട്ടികളും ഒക്കെ ഉണ്ട്. വേറെ ഒരു കുട്ടീനെയൊക്കെ ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. അയാളുണ്ടായ വേറെ കുട്ടീനെയൊക്കെ. ഇതിൻ്റെ കുറേ റിയാക്ഷൻസും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഐ മീൻ ഈ വീഡിയോ വെച്ചിട്ടുള്ള റിയാക്ഷൻ അല്ലെങ്കിൽ ഇതിൽ ഇവർ പറഞ്ഞ കാര്യത്തിനോടുള്ള റിയാക്ഷൻ വളരെ മോശമായി, അവരെയും ഒക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലാണ് ആ റിയാക്ഷൻ പരിപാടികളൊക്കെ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് വളരെ 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 ദുഃഖകരമായ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് ശ്രീലക്ഷ്മി അറക്കൽ എന്ന് എനിക്ക് കുറച്ചും കൂടി വ്യക്തമായി മനസ്സിലാവുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവർക്ക് ഫ്യൂച്ചറിനെ കുറിച്ചുണ്ടാകുന്ന പേടികളുണ്ട്. ഒരുപക്ഷെ ലൈഫ് ലോങ് അവർ കൊണ്ട് നടക്കേണ്ടി വരുന്ന ട്രോമകൾ അവരുടെ കുട്ടിക്കാലത്തെ അവർ ഏറ്റുവാങ്ങേണ്ടി വരും. പക്ഷേ അവിടെ നിന്നൊക്കെ മുന്നോട്ട് വന്ന് തൻ്റെ അഭിപ്രായം എവിടെയും തുറന്നു പറയാൻ പറ്റുന്ന രീതിയിൽ തൻ്റെ കുട്ടിക്കാലത്തെ ഏറ്റവും മോശം അനുഭവങ്ങളെ വളരെ കൂളായി നിന്ന് പറയത്തക്ക രീതിയിൽ അവർ മുന്നോട്ട് വന്നു എന്നുള്ള കാര്യത്തിന് അവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ എൻ്റെ അച്ഛൻ വളരെ മോശപ്പെട്ട ഒരു ജീവിതം നയിച്ചിട്ടുള്ള ആളാണ്. അതിൽ എനിക്കുണ്ടായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ വിഷമങ്ങളൊന്നുമില്ല. ആ മനുഷ്യൻ ചെയ്തത് തെറ്റാണെന്നുള്ള ഒരു തിരിച്ചറിവിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് അവർ പറയുമ്പോൾ ഷീ സോ കോൺഫിഡൻറ്റ്. എല്ലാവരുടെയും ജീവിതം നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പോലെ ഒരച്ഛൻ, ഒരമ്മ, 2 കുട്ടികൾ സന്തോഷമായി ജീവിക്കുന്നു, ഓണത്തിന് പൂക്കളിടുന്നു, ക്രിസ്മസിന് ചിക്കൻ ബിരിയാണി കഴിക്കുന്നു, ഈസ്റ്ററിന് കിടന്നുറങ്ങുന്നു എന്ന് പറയുന്ന പോലെ അങ്ങനെയല്ല മുന്നോട്ട് പോകുന്നത്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകും. നമ്മളിപ്പോൾ ഒരു 90s കിഡ്സ് വരെയുള്ള ആളുകളുടെ ജീവിതത്തിൽ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അവരുടെ അച്ഛൻ്റെ 2ാം വിവാഹം, 3ാം വിവാഹത്തെക്കുറിച്ചൊക്കെ അവർക്ക് ചിലപ്പോൾ പറയാനുണ്ടാവും. ഇന്ന് നമ്മൾ നോർമലായി കാണുന്ന കാര്യങ്ങൾ അന്ന് നടന്നിരുന്നത് അവിഹിത ബന്ധം പോലെയൊക്കെ. അതിൻ്റെ പേരിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അത്രയും ഭീകരമാണ്. എന്ന് വെച്ചാൽ വളരെ രൂക്ഷമായിട്ട് ഒരു മനുഷ്യനെ ഓർത്തെടുക്കാൻ പോലും തോന്നാത്ത അത്രയും വൃത്തികെട്ട മെമ്മറീസ് ഉണ്ടാവും. അവിടുന്ന് മുന്നോട്ട് വരുന്ന ആൾക്കാരെ നിങ്ങളിതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് പോകണം. അപ്പോൾ ഇതുപോലെ ഉണ്ടാകുന്ന ആണല്ലേ ഫെമിനിസ്റ്റുകൾ എന്നാണ് ഒരുത്തൻ്റെ കമൻറ്റ്. എടാ, നിനക്കുണ്ടാവുന്ന കുഞ്ഞിനെ കുറിച്ച് എനിക്ക് പേടിയുണ്ട്. സത്യമായി നിനക്കുണ്ടാവുന്ന കുഞ്ഞിനെ കുറിച്ച് എനിക്ക് പേടിയുണ്ട്. അത് അന്നേ എനിക്ക് മനസ്സിലായിരുന്നു നല്ല തന്തയ്ക്ക് ഉണ്ടായതല്ല എന്ന്. നല്ല തന്തയ്ക്ക് ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ നാട്ടിലുള്ളവരുടെയൊക്കെ തന്തയെക്കുറിച്ച് ആലോചിച്ചും അവർക്കുണ്ടാവുന്ന മക്കളെക്കുറിച്ച് ആലോചിച്ചും വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തന്ത ആരായിട്ടും കാര്യമില്ല. നിങ്ങളുടെ കയ്യിലിരിപ്പിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്നാണ്. പറയുന്ന പെണ്ണിൻ്റെ ആ സ്പിരിറ്റ് നോക്കിയെന്ന് പറഞ്ഞിട്ട് അത് അവൻ്റെ ചിരി. ആ സ്പിരിറ്റ് നോക്കണം. ആ സ്പിരിറ്റിൽ കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ പറ്റണം. എൻ്റെ അച്ഛനെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ മരിച്ചു, ഞാൻ സിമ്പിളായിട്ട് പറയും. അപ്പോൾ ചോദിക്കും, ഓ സോറി, അത് കഴിഞ്ഞു, ഞാൻ ആ സെഷൻ കഴിഞ്ഞു. എൻ്റെ ഒരു 10ാം ക്ലാസ് വരെയോ ചിലപ്പോൾ ഒരു +2 വരെയൊക്കെ എനിക്കത് പറയുമ്പോൾ സങ്കടം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛനെക്കുറിച്ചോ അപ്പൂപ്പനെ കുറിച്ചൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ അവിടെ മോങ്ങിക്കൊണ്ട് നിന്നിട്ട് കാര്യമില്ല. ഞാൻ ആ യാഥാർത്ഥ്യത്തിനോട് അഡാപ്റ്റഡായി. എല്ലാവർക്കും അങ്ങനെ സാധിക്കണമെന്നില്ല. അങ്ങനെ സാധിക്കാതെ ജീവിതാവസാനം വരെ അച്ഛൻ എന്നോർക്കുമ്പോൾ ഒരു സങ്കടം വരുന്നവരുണ്ടാവും. എൻ്റെ അച്ഛനിൽ നിന്ന് എനിക്കുണ്ടായിട്ടുള്ള എല്ലാ ഓർമ്മകളും നല്ല ഓർമ്മകളൊന്നുമല്ല. ഞാൻ അതിനെ കടന്ന് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. ആ എന്നെയാണ് നിങ്ങൾ കാണേണ്ടത്. അല്ലാതെ എൻ്റെ അച്ഛൻ എന്തായിരുന്നു എന്ന് വെച്ച് എന്നെ വിലയിരുത്തുക എന്ന് പറയുന്നത് ഈ കമൻറ്റ് ബോക്സിൽ തെറി വിളിക്കുന്നവന്മാരില്ലേ, ഈ
ഈ കമൻറ്റ് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ മക്കൾ നിങ്ങളെ വിലയിരുത്താൻ പോകുന്നത്. അല്ലെങ്കിൽ ഈ സ്വഭാവം കൊണ്ട് നീക്ക് ലൈഫിൽ ഇനി നടത്താൻ പോകുന്ന പല സ്റ്റേറ്റ്മെൻറ്റ്സും ഇല്ലേ, അതിൻ്റെ പേരിൽ നിങ്ങളുടെ മക്കൾ ഓർത്തിരിക്കും. എൻ്റെ അകത്ത് അന്തേണ്ടല്ലോ, അയാൾ ആ സമയത്ത് എല്ലാവരും അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അമ്മാതിരി ഡയലോഗ് പറഞ്ഞ ഒരു വൃത്തികെട്ടവനാണ് എന്ന് നിങ്ങളുടെ സ്വന്തം കുഞ്ഞ് പറയുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് അവനവൻ്റെ സംസാരം, അവനവൻ്റെ ഭാഷ നമ്മളെങ്ങനെ അടുത്ത തലമുറയ്ക്ക് ഒരു വിസിബിൾ മാതൃകയാവുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് വേണ്ടത്. പിന്നെ ഈ കമൻറ്റ് ബോക്സിന് ഒരു പ്രത്യേകതയുണ്ട്. വേറൊന്നുമല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശ്രീലക്ഷ്മി അറക്കിൽ ഒരു 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ കടയിൽ സാധനം വാങ്ങാൻ പോവാണ്. ആ കടയുടെ സൈഡിൽ ഒരു പണിക്കും പോകാത്ത നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും വായി നോക്കി എല്ലാ ആണുങ്ങളെക്കുറിച്ചും അപവാദ കഥകൾ പറഞ്ഞ് നടക്കുന്നിരുന്ന ഏതെങ്കിലും ഒരുത്തൻ ഈ ശ്രീലക്ഷ്മി കടയിൽ സാധനം വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് നിൻ്റെ അച്ഛൻ എന്ത് പറയുന്നു, അങ്ങനെ എത്രാമത്തെ കെട്ടായത് എന്നൊക്കെ ഒരു ചോദ്യം ചോദിക്കില്ലേ? ആ ചോദ്യം ചോദിച്ച ആ വൃത്തികെട്ടവനെ നിങ്ങളൊന്ന് മനസ്സിൽ കാണണം. ആ വൃത്തികേട് തന്നെയാണ് ഇന്ന് കമൻറ്റ് ബോക്സിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഗോ ഗെറ്റ് എ ലൈഫ് മാൻ എന്നാണ് ഇവരോട് പറയാൻ തോന്നുന്നത്. കാരണം ഇത്രയും ഭീകരമായ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് ഇതിനെ ഓവർകം ചെയ്യാൻ അവർ കാണിച്ചിട്ടുള്ളൊരു സ്ട്രെങ്ത് ഉണ്ട്. അവർ ഇന്ന് എത്തി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനൊരു സാഹചര്യത്തിൽ നിന്ന് ഇവരെത്തി നിൽക്കുന്നത് പോലെ പോലും വേണ്ട. അത്തരം സാഹചര്യങ്ങളിൽ ഫൈറ്റ് ബാക്ക് ചെയ്ത് എനിക്ക് ജീവിതത്തിൽ ഉയർന്നു വരണമെന്ന് ഈ കമൻ്റ് ഇടുന്ന എത്ര ആളുകൾ ചിന്തിക്കുമായിരിക്കും. എനിക്ക് ശ്രീലക്ഷ്മി അറക്കിൽ ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ പ്രസ്താവനകളോടും യോജിപ്പൊന്നുമില്ല. കടുത്ത വിയോജിപ്പ് തോന്നിയിട്ടുള്ള സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരാളയാളുടെ ലൈഫിൽ നടത്തിയ പോരാട്ടത്തിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഏറ്റവും മോശം സാഹചര്യങ്ങളിൽ ആളുകൾ അവരോട് എങ്ങനെ ട്രീറ്റ് ചെയ്തോ അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്നവന്മാരെയൊക്കെ എന്ത് പറയാനാണ്? നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യണ്ട, മിണ്ടാതിരിക്കാനുള്ള വകതിരിവ് കാണിച്ചൂടെ? അപ്പം നമ്മളിനി അടുത്ത റീലിലേക്ക് പോവാണ്. എനിക്ക് സത്യത്തിലെ പുരുഷനോ സ്ത്രീയോ എന്നുള്ളൊരു വ്യത്യാസമേ എനിക്കില്ല. പുരുഷന് സ്ത്രീ എല്ലാ മനുഷ്യരെയും മനുഷ്യരായിട്ട് കാണാൻ ആഗ്രഹിക്കും. ചോദിക്കാൻ കാരണം പ്രേമിക്കാൻ അറിയില്ല റീസെന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു. പുരുഷന് നന്നായിട്ട് പ്രേമിക്കാൻ അറിയുന്നവരല്ലേ? അത് കണ്ടിരുന്നോ? പുരുഷന് പ്രേമിക്കാൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. കണ്ടിട്ടുള്ള പുരുഷന്മാരില് അങ്ങനെ പറഞ്ഞോ? അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. അവതാരക എന്നോട് ചോദിക്കുന്നു, അതാണ് പുതിയ കാലത്തെ ജേർണലിസത്തിന്റെ ഒരു ഗുണം. അവതാരക എന്നോട് ചോദിക്കുന്നു, പല പ്രശ്നങ്ങൾക്കും ഇടയിൽ ഈ പല പുരുഷന്മാർക്ക് പ്രേമിക്കാൻ അറിയില്ല, അവരെ പഠിപ്പിക്കാൻ അവരുണ്ടെന്ന് തോന്നിയിട്ടില്ലേ? അപ്പൊ ഞാൻ പറയുന്നു, അതൊരു വളരെ എന്താണ് ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ. അപ്പൊ ഞാൻ പറയുന്നു, അതെ, അതിനുള്ള ശ്രമങ്ങളാണ് എന്റെ കഥകൾ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാണുന്നത് മുഴുവൻ പുരുഷന്മാർക്ക് പ്രണയിക്കാൻ അറിയില്ലെന്ന് KR മീര എന്റെ പലവിധ ബഹുവർണ്ണ പടങ്ങൾ വെച്ചിട്ട് പോസ്റ്ററുകളോട് പോസ്റ്ററുകൾ ഞാൻ വെച്ച് തറക്കട്ടെ. അവരെയും ഇതേപോലെ കണ്ടീഷൻ ചെയ്തിരിക്കുന്ന നമ്മുടെ തന്നെ അമ്മമാരൊക്കെ തന്നെ കണ്ടീഷൻ ചെയ്തിരിക്കുന്നതിന്റെ പ്രശ്നമാണ്. നമ്മുടെ അമ്മമാരെ ആരാ കണ്ടീഷൻ ചെയ്തത്? അവരുടെ പേരൻസ്, അവരുടെ അപ്പൂപ്പന്മാര്. മനസ്സിലായില്ലേ? ഈ ശീലാവധി പാട്ടും മറ്റേ പാട്ടുകളും ഒക്കെ എഴുതിയത് എങ്ങനെയൊക്കെ സ്ത്രീ പെരുമാറണമെന്ന് എഴുതിയ മുഴുവൻ നിയമാവലികൾ എഴുതി ഉണ്ടാക്കിയത് പുരുഷന്മാരാണ്. ഈ പെർട്ടിക്കുലർ വിഷയം ഉണ്ടല്ലോ, ഈ ജേർണലിസ്റ്റ് KR മീരയോട് ചോദിച്ചിട്ടുള്ള ചോദ്യം, ഈ ചോദ്യത്തിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ KR മീര അവിടെ പറഞ്ഞ എക്സാക്ട് സെൻറ്റൻസ്, ആ ചോദ്യവും അതിൻ്റെ ഉത്തരവും അതാണല്ലോ. KR മീര ചോദിക്കുന്ന ചോദ്യം വളരെ ക്ലിയറാണ്. അവരോട് എന്ത് ചോദിച്ചു എന്നുള്ളതും അവർ പറഞ്ഞ ഉത്തരത്തിൻ്റെ പൂർണ്ണ രൂപവും ഇതും കൂടി ചേരുമ്പോഴാണ്, ഏത് കോണ്ടെക്സ്റ്റിൽ ചോദിച്ചു എന്നുള്ളത് വരുമ്പോഴാണ് ഇത് കൃത്യമാവുക. അപ്പോൾ കുറേ ആൾക്കാർ ഒരു കുഞ്ഞു ക്ലിപ്പ് മാത്രം എടുത്തിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നത്. ഞാനിതിൻ്റെ ഒറിജിനൽ ഇൻ്റർവ്യൂ സെർച്ച് ചെയ്തു, നമ്മൾ കുത്തിയിരുന്ന് ടീമായിട്ടിരുന്ന് സെർച്ച് ചെയ്തു, പക്ഷേ നമുക്കത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുരുഷനും സ്ത്രീയും നമ്മൾ ഇമോഷണലി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്, ഇമോഷൻസിനെ കൈകാര്യം ചെയ്യുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്കെയിലിൽ നിന്നുകൊണ്ടാണ്. ഇപ്പോൾ പ്രണയം എന്ന് പറയുന്ന ഒരു വികാരത്തിനെ ഒരു പെൺകുട്ടി അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല ഒരു ആൺകുട്ടി എക്സ്പ്രസ് ചെയ്യുക. ആൺകുട്ടി എങ്ങനെയാണത് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പെൺകുട്ടി വിചാരിക്കും, അവൾ എക്സ്പ്രസ് ചെയ്യും. ചിലപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ആവണമെന്നില്ല. ഈ ജീവിത പ്രാരാബ്ദങ്ങളും ഓട്ടങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന പുരുഷന്മാരെ പ്രണയിക്കാൻ പഠിപ്പിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാനതെൻ്റെ പുസ്തകങ്ങളിലൂടെ പഠിപ്പിക്കുന്നു എന്ന് KR മീര പറയുമ്പോൾ അതിൻ്റെ ഒരു ആംഗിൾ വരുന്നത്, ജീവിത പ്രാരാബ്ദങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചുമന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ പുരുഷന്മാർ. സ്ത്രീകൾ ചുമക്കാൻ പുരുഷന്മാർ തന്നെയാണ് അനുവദിക്കാതിരിക്കുന്നത്. അത് ഷെയർ ചെയ്യൂ, അവരും ജോലിക്ക് പോട്ടെ, അവരും സ്വന്തം കാലിൽ നിൽക്കട്ടെ, ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കട്ടെ. അങ്ങനെ നമ്മളൊരു ജനാധിപത്യപരമായി ഒരു കുടുംബജീവിതമായി മുന്നോട്ട് പോകുമ്പോൾ, കുടുംബജീവിതമല്ല പ്രണയമാണെങ്കിലും അത് ജനാധിപത്യപരമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ഭാരങ്ങൾ കുറയും. മാത്രമല്ല, ഒരു പെണ്ണ് സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് എന്ന് പെണ്ണ് തന്നെ പറയണം. നമ്മളെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന പ്രണയത്തെക്കുറിച്ചുള്ള സിനിമകളും കഥകളും കവിതകളും നോവലുകളും ഭൂരിഭാഗം എഴുതിയുണ്ടാക്കിയിട്ടുള്ളത് പുരുഷന്മാരാണ്. അവരുടെ കണ്ണിലൂടെയാണ് നമ്മൾ പ്രണയം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു പെണ്ണെങ്ങനെയാണ് പ്രണയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ സ്ത്രീകളുടെ പുസ്തകങ്ങൾ വായിക്കണം. അവിടെ മാധവിക്കുട്ടി എഴുതിയ എത്രയോ പുസ്തകങ്ങൾ അല്ലെങ്കിൽ എത്രയോ എഴുത്തുകൾ കുറേ ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ടാകും. അതുപോലെ KR മീരയും അവരുടെ എഴുത്തുകളിലൂടെ അവരെന്ന സ്ത്രീ എങ്ങനെയാണ് പ്രണയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നതെന്ന് എക്സ്പ്രസ് ചെയ്യുന്നു.
ആ എക്സ്പ്രഷൻ നമുക്ക് വായിക്കാം. ഇങ്ങനെയാണോ സ്ത്രീകൾ ചിന്തിക്കുന്നത് നമുക്ക് ചർച്ച ചെയ്യാം. ഈ പെൺ തുറന്നു പറച്ചിലുകളുണ്ടല്ലോ, എനിക്ക് ഇങ്ങനെയാണ് സ്നേഹിക്കപ്പെടാൻ ആഗ്രഹം. ആ സ്നേഹം അത് ഫിസിക്കലാണെങ്കിലും ഇമോഷണൽ ലെവലിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും എനിക്കത് ഇങ്ങനെ അനുഭവിക്കാനാണ് ആഗ്രഹം എന്ന് സ്ത്രീകൾ തുറന്നു പറയുന്ന ഒരു സാമൂഹ്യ അവസ്ഥ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അതിന് ഈ എഴുത്തുകാരുടെ ഒരു വലിയ പങ്കുണ്ട്. മാധവിക്കുട്ടിയുടെ എഴുത്തുകളും കെ ആർ മീരയുടെ എഴുത്തുകളും ഒക്കെ പുരുഷനെ കൂടി സ്ത്രീകൾ ഇങ്ങനെയാണോ ചിന്തിക്കുന്നത് എന്ന് ചിന്തിക്കാനും ആ തുറന്നു പറച്ചിലുകളെ അക്സെപ്റ്റ് ചെയ്യുക. അയ്യേ അവളെന്ത് വൃത്തിയായിട്ട വർത്താനേ പറയുന്നത് എന്ന് ചിന്തിക്കുന്നതിൽ നിന്ന് മാറിയിട്ട് അത് അവളുടെ ചോദനകളാണ് പറയുന്നത്, അവളുടെ ആവശ്യങ്ങളാണ് അവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്ന, പുരുഷൻ കൂടി മനസ്സിലാക്കുന്ന ആ സാമൂഹ്യ വ്യവസ്ഥിതി ഇവർ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട ഒന്നാണ്. ഇവരെയൊക്കെ വിമർശിക്കുന്ന ആളുകളുണ്ട്, എനിക്കും വിമർശിക്കാൻ തോന്നിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ആ മാറ്റം അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അടുത്ത റീലിലേക്ക് പോവുകയാണ്. കേരളത്തിൽ ചരിത്രപ്രധാനമായ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം BJP NDA കൈയടക്കി എന്നുള്ളതാണ്. അതിനുശേഷം സംഭവിച്ച ചില കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം മുതൽക്ക് തന്നെ വലിയ വിജയപ്രതീക്ഷയായിരുന്നു. ഇപ്പോൾ BJP വലിയ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് ജനങ്ങൾ വിശ്വാസമാണ്. ഞങ്ങൾ ഒന്നൊന്നായി ഓരോ വിഷയങ്ങൾ 5 വർഷം ഞങ്ങളൊരു തപസ് പോലെ തന്നെ ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളുടെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരുന്നു. വിശ്വാസ്യതയുള്ള ഒരു നേതൃത്വത്തെ സംസ്ഥാന അധ്യക്ഷൻ അവതരിപ്പിച്ചു. ഞങ്ങൾ നന്നായിട്ട് പ്രവർത്തിച്ചു. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമെന്നുള്ളവർക്ക് ജനങ്ങൾ ഞങ്ങൾ ഭരിക്കാൻ ഒരു അവസരം തന്നു. ഞങ്ങൾ പിടിച്ചെടുക്കുകയൊന്നും ആയിരുന്നില്ല. ജനങ്ങൾ ഞങ്ങൾക്ക് ഒരു അവസരം തരികയായിരുന്നു. ഞങ്ങൾ വിനയപുരസ്സരങ്ങൾ സ്വീകരിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ ഭരണം കാത്തുകൊടുക്കും. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തെരുവ് നായ്ക്കളെ 1 വർഷത്തിലും കൂട്ടിലടയ്ക്കും, വേസ്റ്റ് നടപ്പിലാക്കും, വെള്ളത്തിൽ പരിഹരിക്കും. 5 വർഷം കഴിയുമ്പോൾ സ്വന്തമായി വീട് സ്ഥലവും ഇല്ലാത്ത ഒരു വ്യക്തിയും തിരുവനന്തപുരത്ത് കാണില്ല. സുതാര്യമായ അഴിമതി രഹിത ഭരണം ഞങ്ങൾ കഠിനാധ്വാനം നടപ്പിലാക്കും. എനിക്ക് ആ ഡയലോഗ് കേട്ടപ്പോഴേ 5 വർഷത്തിനുള്ളിൽ ഞാൻ അങ്ങനെ ഇവിടെ ഹരിത വർണ്ണ ഭൂമിയാക്കും. അത് നമ്മുടെ സന്ദേശം സിനിമയിൽ സിദ്ദിഖ് പറയുന്ന ഡയലോഗാണ്. ഏകദേശം അതാണ് എനിക്ക് ഓർമ്മ വന്നത്. പക്ഷേ ഈ പറഞ്ഞ പോയിന്റ്സ് ഉണ്ടല്ലോ, ഇതൊരു നഗരത്തെ സംബന്ധിച്ച്, ഒരു നഗരസഭാ നേതൃത്വത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാലിന്യ നിർമ്മാർജ്ജനം നടത്തിയാലേ നായ്ക്കളെ കൂട്ടിലടയ്ക്കാൻ പറ്റുള്ളൂ. 5 വർഷം കൊണ്ട് എല്ലാ നായ്ക്കളെയും കൂട്ടിലടയ്ക്കുക എന്ന് പറയുന്നത് കൂട്ടിലടച്ചത് കൊണ്ട് തീരുന്നൊരു പ്രശ്നമല്ല ഇത്. അതിനുള്ള മാർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ അപ്പോൾ പോലും മാലിന്യം ഇവിടെ കൃത്യമായ രീതിയിൽ പ്രോസസ്സ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ, അതാണ് അടിസ്ഥാന കാരണം. അത് കൃത്യമായി പ്രോസസ്സ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ തെരുവ് നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുക തന്നെ ചെയ്യും. അതിന് കൃത്യമായ ഫോർമാറ്റിൽ ഒരു സിസ്റ്റം ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇതെല്ലാം നടപ്പിലാവേണ്ട കാര്യം തന്നെയാണ്. പിന്നെ സ്വന്തമായി വീടില്ലാത്ത ഒരാൾ പോലും തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ, ഇത് നമ്മൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്നതും കേട്ടിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നതും കേട്ടിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ വരുന്ന പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് നടപ്പിലായാൽ നല്ല കാര്യം, വളരെ അടിപൊളി. പക്ഷേ ആ കയ്യിൽ നിന്ന് അങ്ങ് പോയൊരു സാധനം ഉണ്ടല്ലോ, നമ്മളിവിടെ അഴിമതി ഭരണം കാഴ്ചവെക്കും, അല്ല അഴിമതി രഹിത ഭരണം കാഴ്ചവെക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും അവർക്ക് ആറ്റുനോറ്റ് കിട്ടിയിട്ടുള്ള ഒരു അവസരമാണ്. തീർച്ചയായും അത് ശക്തമായി തന്നെ അവർ ഉപയോഗിച്ചാൽ അവർക്ക് നല്ലത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. നമ്മൾ ഓൾറെഡി ഈ തെരുവുനായ വിഷയത്തിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വെറ്റിനറി ഡോക്ടേഴ്സും ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളും കുറേ റിസർച്ചും ലോകമെമ്പാടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ കയറി ഇറങ്ങി ഒരുപാട് റിസർച്ച് ചെയ്തൊരു വീഡിയോ ആണ്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വീഡിയോയിൽ നമ്മൾ ഈ പറയുന്ന, നമ്മളും അന്വേഷിച്ച് പോയപ്പോൾ ഇതിൻ്റെ കോർ ഇഷ്യൂ അതാണ്. നിങ്ങൾക്ക് മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ തെരുവുനായ പ്രശ്നത്തിന് നിങ്ങൾക്ക് ഒരിക്കലും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഒത്തിരി ആളുകളുടെ ജീവനും സ്വത്തിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു വിഷയമാണ്. എത്ര കുഞ്ഞുങ്ങളുടെ ജീവനാണ് നമുക്കിവിടെ നഷ്ടമാവുന്നത്, എത്ര പ്രായമായ ആളുകളാണ് ഒന്ന് ഓടി രക്ഷപ്പെടാൻ പോലും പറ്റാതെ അതിക്രൂരമായ പച്ച മാംസത്തിലേക്കാണ് ഈ നഖവും പല്ലും ഒക്കെ ആഴ്ന്നിറങ്ങുന്നത്. അവരൊക്കെ അനുഭവിച്ച വേദനകൾ. അപ്പം അതിന് ഒരു പരിഹാരം കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നല്ല കാര്യം. അതിൻ്റെ കോർ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യട്ടെ. അല്ലാതെ തൽക്കാലത്തേക്ക് കുറച്ച് സ്ഥലമൊക്കെ അക്വയർ ചെയ്ത് കുറച്ച് നായ്ക്കൾ ഒരു സ്ഥലത്ത് കൊണ്ടിട്ടു, അല്ലെങ്കിൽ ചുമ്മാ കുറേ എണ്ണത്തിന് അവിടെ ഇവിടെയും കൊന്നൊടുക്കി എന്നുള്ളത് കൊണ്ട് ഈ പ്രശ്നം തീരില്ല. അടിസ്ഥാന പ്രശ്നം മാലിന്യ നിർമ്മാർജ്ജനമാണ്. അത് നടപ്പിലാവട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനി നമുക്ക് അടുത്ത റീലിലേക്ക് പോവാം. വിശ്വാസികൾ അവരവരെ എങ്ങനെയാണോ ജീവിക്കുന്നത് അതേപോലെ തന്നെയാണ് ജീവിക്കുന്നത്. അവരുടെ അയൽപ്പക്കങ്ങളിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ ഉണ്ടാവും. അവരുടെ ഒരു സാധാരണ നിലയ്ക്കുള്ള കൊടുക്കൽ വാങ്ങലുകളുണ്ടല്ലോ ജീവിതത്തിൽ. എങ്ങനെയാണോ ഒരു മനുഷ്യ സമൂഹം ജീവിക്കേണ്ടത് അതുപോലെ നമ്മൾ ഗെറ്റോകളിൽ താമസിക്കുന്ന ആളുകളല്ലല്ലോ, ഇടകലർന്ന് ജീവിക്കുന്ന ആളുകളാണ്. അതൊക്കെ അതുപോലെ തന്നെ തുടരും. ഇപ്പോൾ ഈ റംസാൻ മാസത്തിൽ നോമ്പുതുറ നടത്തിയിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ടല്ലോ, അത് കേരളത്തിൽ മാത്രമായിരിക്കും ഒരുപക്ഷെ കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നോമ്പുതുറ നടത്തുന്ന ക്ഷേത്രങ്ങൾ, ഇപ്പോൾ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ നോമ്പുതുറയുടെ പോസ്റ്റർ ഞാൻ കണ്ടു. അതുപോലെ തന്നെ ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ പള്ളി കോമ്പൗണ്ടുകൾ, മുസ്ലിം പള്ളിയുടെ കോമ്പൗണ്ടുകൾ തുറന്നു കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള ഇത്
ഇത് നമ്മുടെ ഒരു സഹജീവനത്തിന്റെ മാതൃകയാണ്. ആ സമൂഹത്തിന് അങ്ങനെ വലിയ അടിസ്ഥാനപരമായ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഒരു പണിയില്ലാത്ത കുറച്ച് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയത പറയുന്നതിനപ്പുറത്ത് കേരളത്തിൽ ആകെ സാമുദായിക സ്പർദ്ധയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആളുകൾ മതസ്പർദ്ധ ഉണ്ടാക്കുന്നത് ഒഴിവാക്കിയാൽ സമൂഹത്തിൽ പ്രശ്നങ്ങളില്ല എന്ന് അഭിലാഷ് എങ്ങനെയാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഈ സാമൂഹ്യ ജീവികളായിട്ടുള്ള ആളുകൾ തന്നെയാണല്ലോ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ളത്. മാത്രമല്ല നമ്മൾ ദിവസേന പത്രങ്ങളൊക്കെ വായിച്ചു പോവുകയാണെങ്കിൽ ഈ മതത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ആളുകൾ കൂടുന്ന ഇടങ്ങളിൽ എല്ലാവരോടും സംസാരിക്കാനൊക്കെ തുടങ്ങുമ്പോൾ പിന്നെ ഈ മതം വർക്ക് ചെയ്യുന്നത്, മതവും ജാതിയും ഒക്കെ വർക്ക് ചെയ്യുന്നത് ശരിക്കും വളരെ ലൗഡായിട്ടല്ല, സൈഡിൽ കൂടിയാണ്. ഒരു പെർട്ടിക്കുലർ മതത്തിലുള്ള ആളെക്കുറിച്ച് ഇതര മതസ്ഥരായിട്ടുള്ള 2-3 പേര് മാറിയിരുന്നു പറയുന്നത് അവൻ അവരുടെ കൂട്ടരാണ്, നമുക്ക് നമ്മുടെ ആൾക്കാരെ റെഡിയാക്കാം എന്നൊക്കെ പറയുന്ന ഡയലോഗുകൾ ഇതൊക്കെ രഹസ്യമായിട്ടാണ് പറയുന്നത്. അല്ലാതെ പത്രപരസ്യം കൊടുത്തിട്ടല്ല ഇവിടെ മതസ്പർദ്ധയുള്ള കാര്യങ്ങൾ പറയുന്നത്. അത് സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന മതസ്ഥാപനങ്ങളടക്കം ഈ ഒരു വളരെ തീവ്രമായ മതചിന്തകൾ പുഷ് ചെയ്യണം, മറ്റു മതത്തിലുള്ള ആളുകളെക്കാൾ കൂടുതൽ നമുക്കിവിടെ അധികാരം വേണം എന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അല്ലാതെ നാട്ടിൽ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാലത്തും ഈ നാട്ടിൽ മതസ്പർദ്ധ ഉണ്ടാകുന്ന വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് വെക്കുന്നതാണ്. ഇന്ന അമ്പലത്തിൽ നിന്ന് കയറ് കൊണ്ടുപോയിട്ടാണ് ഇന്ന പള്ളിയിൽ പരിപാടിയുള്ളത്, ഇന്ന പള്ളിയിൽ നിന്ന് മറ്റേ കാഴ്ച വസ്തുക്കളൊക്കെ ഇന്ന അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ആസിഫ് അലി മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ ഇതുപോലെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, നബിദിന റാലിക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുക്കുന്ന ഹിന്ദു അമ്പലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് അതൊരു വാർത്തയാവുന്നത് എങ്ങനെയാണ് എന്ന് ആസിഫ് അലി ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വാർത്തയാവുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉള്ളതുകൊണ്ടാണ്. അങ്ങനെയുള്ള ചിന്തകൾ ഈ പറയുന്ന ഹിന്ദുക്കളുടെ അമ്പലങ്ങളിൽ നിന്നല്ലേ മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഡിഫൈൻ ചെയ്തതിന് ശേഷമാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ മതമായിട്ട് മുന്നോട്ട് പോകുന്നു, ഞങ്ങൾ ഞങ്ങളുടെ മതമായിട്ട് മുന്നോട്ട് പോകുന്നു, ഇടകലരുന്ന പരിപാടികൾ. അതായത് എന്താ പറയുക, ഇപ്പം ഒരു മതത്തിലുള്ള ഒരാളെ മറ്റേ മതത്തിലുള്ള ആൾ വിവാഹം കഴിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ അപ്പോഴാണ് ഈ മതം വരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സ്പേസുകളിലാണ് ഇങ്ങനെ ആളുകളെ മാറ്റി നിർത്തേണ്ട, മതത്തിന് ഭീഷണിയാവുമോ, മതത്തിൻ്റെ ആളുകളുടെ എണ്ണത്തിന് ഇത് ബാധിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള കോർ വിഷയങ്ങളിലേക്ക് വരുമ്പോഴാണ് മതം അതിൻ്റെ രൗദ്രഭാവമായിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത്. അല്ലാതെ എപ്പോഴും എല്ലാവരും മറ്റേ മതക്കാരെ ആക്രമിക്കാൻ റെഡിയായി നിൽക്കുന്ന അങ്ങനത്തെ ഒരവസ്ഥ കേരളത്തിലില്ല. പക്ഷേ മതപരമായി ഭിന്നിച്ച് തന്നെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അത് പതിയെ മാറി വന്നാൽ വളരെ നല്ലതായിരുന്നു. അതുകൊണ്ട് അഭിലാഷ് പറഞ്ഞ പോലെ ഇത് സോഷ്യൽ മീഡിയയിൽ അതിഭീകരമായിട്ടുണ്ട്. പക്ഷേ അത്ര ഭീകരമായിട്ടല്ലെങ്കിലും പുറമേയും ഇത് വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അഭിലാഷ് പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റിനോട് നമുക്ക് വിയോജിപ്പാണുള്ളത്. ഏതാണ്ട് സിമിലർ കാര്യം സംസാരിച്ച മറ്റൊരു റീലിലേക്കാണ് നമ്മൾ പോകുന്നത്. ഷെയ്ൻ നിഗം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ജീവിക്കാനുള്ള ഒരു ഡിസിപ്ലിൻ മാത്രമാണ്. അതിന്റെ പേരിൽ അതായത് നമുക്ക് ചിട്ടകൾ വേണം ജീവിക്കാൻ. അതിന് നമ്മൾ ഓക്കെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ നരകത്തിൽ പോകും എന്ന് പറഞ്ഞതിന്റെ പേരിലെങ്കിലും ഒരു സമൂഹം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും പണ്ടായിരിക്കും മതം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊന്നും ഇതിന്റെ പേരിൽ, അതായത് നമ്മൾ പോലും തിരഞ്ഞെടുക്കാണ് നമ്മൾ ജനിച്ചു വീണ മതത്തിന്റെ പേരിൽ എന്തിനാണ് ഓരോരുത്തരെ മാറ്റി നിർത്തുന്നത്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ പറയുന്നത്. അത് ഓരോ സമൂഹത്തിനും നിർത്തും. ഒരു സമൂഹത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സമൂഹത്തിനും ബാധകമാണ്. ഇവിടെ ഷെയ്ൻ അനുഭവിച്ചൊരു അവസാന ഭാഗത്തേക്ക് വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ മതത്തിനെയൊക്കെ വിമർശിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ പേര് നോക്കി അങ്ങ് തീരുമാനിക്കുകയാണ്. ഇപ്പോൾ ഷെയ്ൻ നിഗം മതത്തിൽ ഇന്ന പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ ആ പെർട്ടിക്കുലർ പ്രശ്നം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മതവുമായി അസോസിയേറ്റ് ചെയ്തതാണെങ്കിൽ ആ മതത്തിലുള്ളവർ ആദ്യം അന്വേഷിക്കുക ഷെയ്ൻ നിഗത്തിൻ്റെ മതം എന്താണെന്ന്, എന്നിട്ടാണ് അവൻ പറഞ്ഞത് എടുക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുക. അവിടെയാണ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഇപ്പോൾ ഷെയ്ൻ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞില്ലേ, എല്ലാ മതത്തിലും അങ്ങനെയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞു വെച്ചേ പറ്റൂ. എനിക്കിപ്പോൾ ഞാൻ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഹിന്ദു ആയിട്ടുള്ള ഒരാൾ മുസ്ലിം മതത്തിലുള്ള എന്തെങ്കിലും ഒരു ഇസ്ലാം മതത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനെ വിമർശിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഞാൻ അവിടെ ബാലൻസ് ചെയ്യണം, ഞാൻ ഹിന്ദു മതത്തിലെ 2 പ്രശ്നവും കൂടി പറയണം. അങ്ങനെ ബാലൻസ് ചെയ്യാത്തിടത്തോളം നീ വർഗീയവാദി എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ ഒതുക്കലുകളും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഷെയ്ൻ പറഞ്ഞൊരു കാര്യം, ഇതിൻ്റെ വേറൊരു വേർഷൻ ഞാൻ പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഏതെങ്കിലും ഒരു നേഴ്സ് വിചാരിച്ചാൽ മാറാവുന്ന ഒരു കാര്യം മാത്രമാണ് നമ്മുടെ മതം എന്ന് പറയുന്നത്. ഞാൻ ജനിച്ച അതേ ഹോസ്പിറ്റലിൽ, ഞാൻ കോഴിക്കോടുള്ള ഏതൊരു ഫാത്തിമ ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു, അങ്ങനെ ഏതൊരു ഹോസ്പിറ്റലിലാണ് ജനിച്ചത്. ആ ഹോസ്പിറ്റലിലെ ഒരു നേഴ്സ് എൻ്റെയും തൊട്ടടുത്ത് കിടന്ന മറ്റൊരു മതത്തിൽപ്പെട്ട സ്ത്രീയുടെ കുഞ്ഞിന് കൊടുത്തിട്ടുള്ളതുമായിട്ടുള്ള നെയിം ടാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ഞാൻ വേറെ മതത്തിലായിപ്പോയേനെ. അപ്പം ഈ മതം എന്ന് പറയുന്ന സാധനത്തിന് അത്രയ്ക്കൊക്കെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഒരു മനുഷ്യൻ അയാളുടെ ശീലങ്ങളും ചിന്തകളും ഒക്കെ ഉറച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ വളരെ ഇമ്മൻസ് പൊട്ടൻഷ്യലുള്ള
ജീവികളാണ് മനുഷ്യന്മാരെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകളാണെങ്കിലും നമ്മുടെ ശാരീരിക ക്ഷമതയാണെങ്കിലും അത് നമ്മൾ കൃത്യമായി കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ പഠിക്കണം. ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ ചിലപ്പോൾ എല്ലാവരെയും തല്ലുന്നൊരു കുട്ടിയായിരിക്കും. അങ്ങനെ തല്ലാൻ പാടില്ല, മറ്റേ ആളെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ തമ്പായി ശിക്ഷിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിലെങ്കിലും ആ സ്വഭാവം ഒന്ന് കൺട്രോൾ ചെയ്യണം. അതായത് എൻ്റെ ശാരീരിക പൊട്ടൻഷ്യൽ മറ്റൊരാളെ ഉപദ്രവിക്കാതിരിക്കാൻ പേടിപ്പിക്കാൻ വേണ്ടി തുടക്കത്തിൽ പറയുന്നൊരു കാര്യമാണ്. എന്നും പറഞ്ഞാൽ അവസാന കാലം വരെ തമ്പായി തെറ്റിക്കുമെന്ന് പറഞ്ഞിരുന്നിട്ട് അങ്ങനെയല്ലല്ലോ. നമുക്ക് സെൻസ് വരുമ്പോൾ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുക. അതുവരെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒന്നാണ്. നല്ല അച്ഛനും അമ്മയ്ക്കും പറഞ്ഞു കൊടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ മതത്തിൻ്റെ ഹെൽപ്പ് അവരെടുക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് പറയുന്നവനും വിമർശിക്കുന്നവനും ഒക്കെ ആരാടാ എന്താടാ എന്നൊക്കെ ചോദിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരിക എന്ന് പറയുന്നത് അവിടെയാണിത് പ്രശ്നമാവുന്നത്. ഞാനൊരു മതത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ പേര് നോക്കും, എൻ്റെ അഡ്രസ്സ് നോക്കും, എൻ്റെ വേറെ പലതും നോക്കും. ഈ മതങ്ങളെയൊക്കെ നമ്മളെടുത്ത് നോക്കുമ്പോഴേ, ഇവിടെ ഞാൻ എല്ലാ മതങ്ങളും എന്ന് പറഞ്ഞാൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഇതേ സാധനം കാണാൻ പറ്റും. ഒന്നെങ്കിൽ പേടിപ്പിക്കുക അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കുക. ഇത് രണ്ടുമാണ് മതങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത്. നിങ്ങൾ നല്ല കാര്യം ചെയ്താൽ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകും, അവിടെ വേറെ പല പരിപാടികളുണ്ട്, പറയാം ഭയങ്കര രസമാണ് ജീവിക്കാൻ എന്ന് പറയും. അതല്ലെങ്കിൽ പേടിപ്പിക്കും, നീ പോയല്ലോ നിന്നെ വറുത്ത് കോരും മറ്റേ എല്ലിനിടെ കുത്തിയിട്ട് മുമ്പ് എൻ്റെ പൊന്നോ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരുടെ കാര്യം നമ്മൾ എങ്ങനെയാണോ കുഞ്ഞു പിള്ളേരെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് എന്ന് പറയുന്ന പോലെയാണ് ഈ മതത്തിൻ്റെ കാര്യം. ഒന്നെങ്കിൽ പേടി അല്ലെങ്കിൽ പ്രലോഭനം. ഈ രണ്ട് കാര്യങ്ങളുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാലവും അതിനെ പറഞ്ഞ് പേടിപ്പിക്കാനൊന്നും പറ്റില്ല. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. പക്ഷെ മതങ്ങൾ ഇവിടെ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ പേടിയും പ്രലോഭനവും വളരെ ചെറിയ പ്രായം മുതലേ കുത്തിവെക്കുകയും അത് വളരെ പ്രൊലോങ്ഡ് ആയിട്ട് കൊണ്ടുപോവുകയും ആ ആൾ ആ വിശ്വാസത്തിൽ നിന്ന് മാറി തിരിച്ചറിവെന്ന് പറയുന്നൊരു പൊസിഷനിലേക്ക്, പൂർണ്ണമായും വിശ്വാസത്തിനെ തള്ളിക്കളയൊന്നും വേണ്ട, വീഴാൻ പോകുമ്പോൾ ഞാനും ഇപ്പോൾ ദൈവമേ എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത്. പക്ഷേ പൂർണ്ണമായും വിശ്വാസത്തിൽ നിന്ന് മാറുക എന്നുള്ളതിന് പകരം തിരിച്ചറിവുകൾ ഉണ്ടാവുക. ഞാൻ ഈ ചെയ്യേണ്ടത് നരകത്തിൽ പോയാൽ ഇങ്ങനെ ശിക്ഷിക്കുമല്ലോ എന്ന് പേടിച്ചിട്ടോ അല്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ പോയാൽ എനിക്ക് ഇന്ന പരിപാടി നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടോ ആവരുത്. എൻ്റെ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യരുത്, അത് മറ്റൊരു മനുഷ്യന് ദ്രോഹം ഉണ്ടാവുന്നതാണ്. ഞാൻ ആളുകളോട് എംപത്തറ്റിക്കായി പെരുമാറുക എന്ന് പറയുന്നത്, ആളുകളെ കൺസിഡർ ചെയ്യുക എന്ന് പറയുന്നത്, എൻ്റെ തീരുമാനങ്ങളും എൻ്റെ സന്തോഷങ്ങളും സമാധാനവും എനിക്ക് വലുതെന്ന് പറയുമ്പോഴും മറ്റേ ആളെ കൂടി കൺസിഡർ ചെയ്യുക എന്ന് പറയുന്ന അത്രയേ ഉള്ളൂ. ആ തിരിച്ചറിവ് വരാതെ നോക്കാനും ഇപ്പോൾ മതങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. മതങ്ങളെയും ദൈവങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഭടന്മാരെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്കും മതങ്ങളുടെ പ്രവർത്തനങ്ങൾ മാറി തുടങ്ങിയെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. മതമാകാതെ നോക്കുക എന്ന് പറയുന്ന അത്രയും സിമ്പിളായിട്ടുള്ള, പണ്ട് മഹാനായിട്ടുള്ള ആരോ പറഞ്ഞിട്ടുള്ളതാണ്, മതം മനുഷ്യനെ മയക്കുന്ന വിഷമാണ് എന്ന് പറയില്ലേ, അത് പറഞ്ഞ പോലെ മതം ആവാതെ നോക്കിയാൽ അത്രയും നല്ലത്. ഇനി അടുത്ത റീലിലേക്ക് പോവാണ്. പ്രിയാമണിയാണ്. ഞാൻ ആ ടൈമിൽ വിചാരിച്ചു that I wanted to share my happiness with the people, saying I'm getting engaged, so be happy for me, no? You have liked me, you've liked me for whatever the work that I've done. You look up to me, you like me, whatever. But the moment I announce something happy, which is personal, which is happening in my life, be happy for it. Why എന്തിനാണ് ഈ unnecessary backlash, എന്തിനാണ് or ഈ negative comments എന്തിനാണ് just because the person belongs to another religion? That is not an important, it didn't, we don't see religion when we are with each other. Yes, I will respect Unda, I respect his religion, he respects mine, and that's it. Pinnana I figured, I said, why am I'm not answerable to people sitting behind a computer and commenting on, or sitting behind a phone and commenting negative things. I'm not answerable to them. I'm answerable to my husband, I'm answerable to my family, both sides. There are no, I'm not answerable, so it doesn't really matter to me. Adana vendiyana we try to see to it that we don't post anything personal, because it is something personal which belongs to just the two of us. ആക്ച്വലി ഇതാണ് അഭിലാഷിനുള്ള മറുപടി. മതം സമൂഹത്തിലില്ല, സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മതത്തിന് ഭീഷണി ഉണ്ടെന്ന് തോന്നുന്ന ഘട്ടങ്ങളിൽ മാത്രമേ മതം വന്ന് പ്രശ്നം ഉണ്ടാക്കുള്ളൂ. അവർ രണ്ട് മതത്തിൽപ്പെട്ട ആൾക്കാർ കല്യാണം കഴിച്ചു, അതിൻ്റെ സന്തോഷം നാട്ടുകാരെ അറിയിക്കുമ്പോഴേക്കും മതത്തിൻ്റെ പേരിൽ അവരെ രണ്ടുപേരെയും സെപ്പറേറ്റ് ആക്കിയേ പറ്റൂ എന്ന് പറഞ്ഞാൽ ആക്രോശിച്ചുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ വരികയാണ്. ഇത്രയേ ഉള്ളൂ. ഇവിടെ ചിലപ്പം ഹിന്ദുവും മുസ്ലിമും അല്ലെങ്കിൽ ക്രിസ്ത്യാനിയും ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും ഇവരൊക്കെ വളരെ ജോളിയായിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെ മൂന്ന് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്ത് ഹാപ്പി ആയിട്ട് ജീവിക്കുക. പക്ഷേ ഒരു വീട്ടിലെ പെൺകുട്ടിയെ മറ്റേ വീട്ടിലെ പയ്യൻ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നിടത്ത് അവർ തമ്മിൽ ഇഷ്ടമുണ്ട് എന്ന് ഈ വീട്ടുകാർ അറിയുന്ന മൊമെൻറ്റിൽ സ്പ്ലിറ്റ് ആവും. കാരണം അപ്പോഴാണ് മതം വരുന്നത്. മതം അവരുടെ ജനസംഖ്യ, അവരുടെ പവർ, അവരുടെ പണം, അവരുടെ റിസോഴ്സ്
ഈ മതത്തിൻ്റെ മെയിൻ റിസോഴ്സും മനുഷ്യന്മാരാണ്. അവരുടെ അധ്വാനവും അവരുടെ സമയവും അവരുടെ പണവും അവരുടെ ആരോഗ്യവുമാണ് മതത്തിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആളുകളുടെ എണ്ണം കുറയാന്ന് പറയുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. അവിടെയൊക്കെയാണ് ഇപ്പോൾ കല്യാണം നടന്നു, അല്ലെങ്കിൽ തമ്മിത്തല്ലുണ്ടായ ഒരാൾക്ക് പരിക്ക് പറ്റി, അപ്പോൾ അവർ 2 പിള്ളേർ തമ്മിൽ അടിയുണ്ടാക്കിയതല്ലേ, 2 ചെക്കന്മാർ തമ്മിലല്ലേ പ്രശ്നം ഉണ്ടായത് എന്നവർ ചിന്തിക്കില്ല. കാരണം അവിടെ ജനസംഖ്യയെ ബാധിക്കാൻ സാധ്യതയുള്ളൊരു പ്രശ്നമാണ്. അപ്പം മതം ഇടപെടും. പ്രിയമണിയുടെ ലൈഫിൽ ഇടപെടാൻ ബാക്കിയുള്ളവർക്ക് എന്ത് അവകാശമാണുള്ളത്? അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിക്കുന്നു, അവരുടെ 2 പേരുടെയും വീട്ടുകാർക്കും അവർ ഇരുവർക്കും കുഴപ്പമില്ല, പിന്നെ നാട്ടുകാർക്ക് എന്തോടോ കുഴപ്പം? അവിടെയാണ് മതം വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ മതത്തിലുള്ളൊരു പെണ്ണിനെ നിങ്ങളുടെ മതത്തിലുള്ള ഒരാണ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ കിട്ടേണ്ട ജനസംഖ്യ അവിടെ പോവുകയാണ്. മാത്രമല്ല അവിടെ ജനസംഖ്യ കൂടാൻ പോവുകയാണ്. പറയുമ്പോൾ ഇതൊന്നും ആരും പറയില്ല. പക്ഷേ മതത്തിന് ഭീഷണി എവിടെ ഉണ്ടാകുന്നോ അവിടെയാണ് മതം ഇടപെടുക. അല്ലാത്ത പക്ഷം എനിക്ക് എല്ലാ മതത്തിലുള്ള ആൾക്കാരുടെ കൂടെ ഇരുന്ന് ചായ കുടിക്കാൻ പറ്റും. പക്ഷേ ഈ അടുത്തിരുന്ന് ചായ കുടിക്കുന്ന ഒരാളുടെ മതത്തിലേക്ക് ഈ വിഷയം വരുമ്പോൾ മതത്തിൻ്റെ ആളുകൾ, ചിലപ്പോൾ എനിക്കും അവനും കുഴപ്പമുണ്ടാവില്ല, പക്ഷേ മതത്തിൻ്റെ ആളുകൾ ഇതിലേക്ക് വരുമ്പോൾ അവരിത് കുത്തിപ്പൊക്കി പ്രശ്നമാക്കും. ഇനി നമുക്ക് മതമൊക്കെ മൈച്ചള ഭയങ്കര സ്ട്രെസ്സ് വരുന്ന ടോപ്പിക്കാണ്, എന്നാൽ വല്ല ഗുണമുണ്ടാകുമില്ല. നമുക്ക് അടുത്ത റീലിലേക്ക് പോവാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടാകാം, വിവരം എന്ന് പറഞ്ഞ സാധനം കുറവാണ്. ഈ സീറ്റില്ലേ, ഈ സീറ്റ് ആൾക്കിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയാണ്. അത്യാവശ്യം വിദ്യാഭ്യാസം ഫാമിലി ആയിട്ട് വന്നിട്ട് ഇതിന്റെ പമ്പോസ് ആൾക്കാർ കഴിച്ചെടുക്കണ ഇതിന്റെ മുകളിലാണ്. ഇതിപ്പോ നമ്മൾ ആരാ പറയാ, മുനിസിപ്പാലിറ്റി ഇവിടെ ഡസ്റ്റ്ബിൻ വെക്കായിട്ടോ അല്ല ജനങ്ങൾ ശ്രദ്ധിക്കായിട്ടോ എന്താ അവസ്ഥ? ഇതൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, എനിക്ക് പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട്. ഇത് ഭയങ്കര വൃത്തികേടാക്കി പോകുന്ന, ഇപ്പം നമ്മൾ പറയില്ലേ കള്ളുടിയന്മാരൊക്കെ രാത്രി വന്ന് കുപ്പിയും ഭക്ഷണമൊക്കെ വേസ്റ്റൊക്കെ ഇട്ടിട്ട് പോകുമെന്നൊക്കെ. പക്ഷേ അതിലും മോശമായി ഡീൽ ചെയ്യുന്ന ഫാമിലീസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പിള്ളേരെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ പിള്ളേരല്ലേ എന്ന് വിചാരിച്ചിട്ട് ക്ഷമിക്കുക. അതുപോലെ കൂട്ടത്തിൽ പ്രായമുള്ള ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ സാധനങ്ങൾ വെച്ചിട്ട് പോവുക, അങ്ങനെ വൃത്തികേടാക്കുന്ന സാഹചര്യം. പിന്നെ പ്രകൃതി സ്നേഹികൾ എന്ന് പറയുന്ന വേറൊരു വിഭാഗമുണ്ട്. രാത്രി കാട്ടി പോയി കഴിഞ്ഞാൽ ഒറ്റ മൈൻഡ് ടെൻ്റ് അടിക്കുന്നു, എന്നിട്ട് അവിടെ പോയി കൂട്ടിയിട്ട് തീയിട്ടിട്ട് വരും. അതിൻ്റെ ചാർക്കോളും സാധനങ്ങളും അവിടെ വെക്കുക. അടുത്ത കാട്ടുതീക്കുള്ള പരിപാടിയാണ്. ഞാൻ ഒരു റീല് കണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുന്നിൻ്റെ മുകളിലാണ്, അവിടെ കുറേ പാറകളുടെയൊക്കെ ഇടയിൽ ഭയങ്കര രസമുള്ള വിഷ്വലാണ്. പക്ഷേ അവിടെ വന്ന് ടെൻ്റ് അടിക്കുന്ന ആൾക്കാർ അതിൻ്റെ നടുക്കിട്ടാണ് ഈ തീ ഇടുന്നത്. തീ ഇടുമ്പോൾ ഉള്ളൊരു പ്രശ്നം വെച്ചാൽ അവർ കാട്ടുതീയൊന്നും ഉണ്ടാക്കാത്ത രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ അത്രയും ഏരിയയിലെ ചെടികളും മരങ്ങളെയൊക്കെ ഇത് ബാധിക്കുകയാണ്. അങ്ങനെ ബാധിക്കുമ്പോൾ അവിടുത്തെ മണ്ണിൻ്റെ ഉറപ്പ് കുറയും. അവിടെ ഒരുപാട് പാറകളുണ്ട്. ആ പാറകൾ അടുത്ത മണ്ണിടിച്ചിലിന് ചെന്ന് വീഴാൻ പോകുന്നത് വേറെ വല്ലവൻ്റെയും തലയുടെ മുകളിലായിരിക്കും. അതൊരു ഭീകരാവസ്ഥയാണ്. നമ്മൾ ഈ അന്നേരത്തെ സന്തോഷത്തിന് ഹാപ്പിനെസ്സിന് പലതും കാട്ടിക്കൂട്ടുമ്പോൾ ഇതിൻ്റെ റിയാക്ഷൻ ശ്രദ്ധിക്കുന്നില്ല. കോഴിക്കോട് ബീച്ച് എന്ത് മനോഹരമാണ്. എത്ര നല്ല മനുഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റും. കണ്ട് രസമായിട്ട് ജോളിയായിട്ട് നടക്കാം, ഇഷ്ടമുള്ള നാവിന് രുചിയുള്ള ഭക്ഷണം കഴിക്കാം. അങ്ങനെ ജോളിയായിട്ട് പോയിരിക്കേണ്ട ഒരു സ്ഥലം ഇങ്ങനെ വൃത്തികേടാക്കിയിട്ടിട്ട് പോകാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾ എന്താണ് വിളിക്കുക? ബാർബേറിയൻസ് എന്നൊക്കെ പറയില്ല. എന്ന് വെച്ചാൽ ഈ ഗുഹയിലൊക്കെ താമസിച്ച മനുഷ്യനൊക്കെയാണ് ഈ മറ്റേ അച്ചം പുച്ചം കടിച്ച് പറിച്ച് താഴെ ഇട്ടിട്ടൊക്കെ പോവുക. അങ്ങനെയൊക്കെയാണ് പേപ്പർ പ്ലേറ്റ്. എന്നാൽ വേസ്റ്റ് ഇടാൻ സ്ഥലമില്ലാത്തതാണെങ്കിൽ പിന്നെയുണ്ട്. ചില സ്ഥലങ്ങളിൽ പോയാൽ വേസ്റ്റ് കളയാനുള്ള ഡസ്റ്റ്ബിന്നൊന്നും ഉണ്ടാവില്ല. ഞാൻ ആ സമയത്ത് എൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്യാറുണ്ട്. എവിടെയാണോ വേസ്റ്റ് ബിൻ കാണുന്നത് അവിടെ കൊണ്ടിടാറുണ്ട്. പക്ഷേ പല ആളുകൾക്കും മുന്നിലിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ പോലും സാധനം ഇടാൻ പറ്റില്ല. എന്നിട്ട് ഗവൺമെൻറ് മോശമാക്കി എന്താ നമുക്ക് അവിടെയൊന്നും ഫാമിലിയായിട്ട് പോകാൻ പറ്റില്ല. ഫാമിലിയായിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ അത് എത്തിക്കുന്ന ഫാമിലീസും ഉണ്ട്. വെച്ചാൽ ഫാമിലീസ് മാത്രമാണ് ഇത് ചെയ്യുന്നതെന്നല്ല, ഇതൊരു ഇൻഡിവിജ്വൽ ഒരു സാധനമാണ്. നമുക്കൊരു എമ്പതി ഉണ്ടാവണം. അവിടെ ഇനിയും മനുഷ്യന് വന്നിരിക്കാനുള്ളതാണ്. ഒരു പക്ഷേ അടുത്ത ആഴ്ച നമുക്ക് ഇതേ സ്പോട്ടിൽ ചെന്നിരിക്കാൻ പറ്റും. ഈ ഒരു ദിവസം നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളുകളല്ലാതെ കുറച്ച് സുഹൃത്തുക്കളെയും കൂട്ടി പോയിട്ട് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. ഭക്ഷണം കഴിക്കാം, ചായ കുടിക്കാം, സൊറ പറയാം, എല്ലാം നടക്കേണ്ട ഒരു സ്ഥലം നമ്മൾ ഇന്ന് വൃത്തികേടാക്കിയിട്ടിട്ട് പോവാണ്. അതുകൊണ്ട് എന്താണ് അത് വേറെ ആരെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് ക്ലീൻ ചെയ്യുന്നവരെ ഒരു മനുഷ്യന് പോലും അവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ചില ആൾക്കാർ നന്നാവില്ല. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ കൈകൊണ്ട് അങ്ങനെ ഒരു പരിപാടി ചെയ്യാതിരിക്കുക. നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ എടുത്തു മാറ്റുക, നമ്മളായിട്ട് ചെയ്യാതിരിക്കുക. ഇനി നമ്മുടെ മുമ്പിൽ ഒരു റീൽ കൂടിയുണ്ട്. ഈ വീഡിയോയിലെ ലാസ്റ്റത്തെ റീലിലേക്കാണ് നമ്മൾ പോകുന്നത്. എനിക്ക് ഉറപ്പാണ് ബാക്കിയുള്ള ആൾക്കാരുടെ വിഷൻ ബോർഡിന്റെയും മേശന്റെ നിന്ന് മുന്തിരിങ്ങ കഴിക്കുന്നതിന്റെയും മാനിഫെസ്റ്റേഷന്റെയും അഫർമേഷൻസിന്റെയും 2025 നേട്ടങ്ങളുടെ ഫോട്ടോസിന്റെയും മറ്റു റീൽസിന്റെയും ഒക്കെ ഓരോ സാധനങ്ങൾ കണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാ പിന്നെ നമുക്ക് ഒരു റിയാലിറ്റി ചെക്ക് നടത്തിയാലോ? 2025 വേറെ തന്നെ ഒരു വർഷമായിരുന്നു കേട്ടോ. ഈ വർഷം ഞാൻ ഒരു BMW സ്വന്തമായിട്ട് മേടിച്ച വർഷമാണ്. അതേ വർഷം തന്നെ റിലേഷൻഷിപ്പ് പൊട്ടി പാളിസായി നഷ്ടപ്പെട്ട് ബാക്ക് ടു സീറോ ആയ വർഷം.
വർഷം. മലയാളത്തിലെ തന്നെ ഏറ്റവും ടോപ്പ് ടെലിവിഷൻ ഷോയില് വീണ്ടും ആങ്കറായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർഷമാണത്. ഈ വർഷം തന്നെയാണ് എൻ്റെ ലൈഫിൽ ആദ്യത്തെ ആൻസൈറ്റിക്കും പാൽപിറ്റേഷനും പാനിക് അറ്റാക്കിനുള്ള മറ്റു പല മാനസിക അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ ലിറ്ററലി ഞാൻ കഴിച്ചു തുടങ്ങിയ വർഷം ഈ വർഷം തന്നെ. ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഏൺ ചെയ്തൊരു വർഷമായിരുന്നത്. പക്ഷെ ഈ വർഷം തന്നെയാണ് എൻ്റേതല്ലാത്ത കാരണത്താൽ, എൻ്റെ തെറ്റുകൊണ്ടല്ലാണ്ട് എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ നഷ്ടപ്പെട്ട് എന്താ പറയുക ലിറ്ററലി ചതിക്കപ്പെട്ടൊരു വർഷം. ഞാൻ പൊതുവെ അങ്ങനെ ആരുമായിട്ട് അധികം കമ്പയർ ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ ഈ വർഷമാണ് ഞാൻ എന്നെ മറ്റ് പലരുമായിട്ട് കമ്പയർ ചെയ്ത് പണ്ടാറടങ്ങി എനിക്ക് ആഗ്രഹമുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചൊരു വർഷമാണിത്. ഞാനൊരു 4-5 കൺട്രി ട്രാവൽ ചെയ്തിട്ടുള്ളൊരു വർഷമായിരുന്നത്. പക്ഷെ ഇതൊക്കെ മേടിച്ചിട്ട് ഇത്രയും സ്ഥലത്തൊക്കെ പോയിട്ടും തിരിച്ച് ഞാൻ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ ആരുണ്ടായിരുന്നില്ല. ഒറ്റയ്ക്കായൊരു വർഷമായിരുന്നു. എന്താന്ന് വെച്ചാലേ ഇത്രയ്ക്ക് ഒറ്റയ്ക്കാവാനും ഇത്രയ്ക്ക് ഇൻഡിപെൻഡന്റ് ആവാനും ഇത്രയ്ക്ക് സ്ട്രോങ് ആവാനും ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ ഞാനിതൊക്കെ ആയി. രാത്രി ആവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. കാരണം എനിക്ക് പെട്ടെന്ന് ഉറങ്ങണം. രാവിലെ ആവണം എനിക്ക് ഇഷ്ടമല്ല. കാരണം എണീറ്റ് കഴിഞ്ഞാൽ അപ്പം തുടങ്ങും എനിക്ക് നെഗറ്റീവ് തോട്ട്സ്. എനിക്ക് അപ്പം തുടങ്ങും വിഷമങ്ങളും, അപ്പം തുടങ്ങും എനിക്ക് പ്രശ്നങ്ങളും. എൻ്റെ ഭയങ്കര സ്ട്രെസ്സാവും. അപ്പം എനിക്ക് ഉറങ്ങാൻ വേണ്ടി ഞാൻ കൊതിച്ചിട്ടുള്ള ഒരു വർഷമാണ് 2025. മുന്നോട്ട് ഓടുന്നവർക്കേ മാറ്റം ഉണ്ടാവുള്ളൂ. ചായാനൊരു തണലുണ്ടാവുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാവും. പക്ഷെ എനിക്ക് തണലില്ല. അതുകൊണ്ട് ക്ഷീണം ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ. നിങ്ങളുടെ സപ്പോർട്ട് ഇസ് വെരി വെരി ഹ്യൂജ്. കണ്ണ് തുറപ്പിച്ച വർഷം. മറ്റുള്ളവരുടെ ഫോട്ടോസും സ്റ്റോറീസും മാത്രം കണ്ടിട്ട് അവരുടെയൊക്കെ ലൈഫ് എമ്മാരി ലൈഫാണ്, എൻ്റെ ലൈഫൊക്കെ എന്തിൻ്റെ കളിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇറ്റ്സ് ഗുഡ് അറ്റ്ലീസ്റ്റ് അത് തുറന്ന് പറഞ്ഞല്ലോ. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാട് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും തോന്നും എൻ്റെയും 2025 സംഭവ ബഹുലമായിട്ടുള്ള ഒരു വർഷമായിരുന്നു. സംഭവ ബഹുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഡിപ്രഷൻ, ആങ്സൈറ്റി, അങ്ങനത്തെ ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്ത, നമ്മൾ ഈ വനിതാ മാഗസിനിലാണ് പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വിഷാദരോഗം എന്ന് പറയുന്ന ഒരു ടൈറ്റിലൊക്കെ കണ്ട് നമ്മുടെ ഒന്നും ലൈഫിൽ സംഭവിക്കില്ല എന്ന് വിചാരിച്ചു. അത്തരം പ്രശ്നങ്ങൾ വന്നു. ഞാൻ എൻ്റെ ലൈഫിൽ കഴിഞ്ഞ വർഷം ഞാൻ അതിഭീകരമായിട്ട് സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ടാക്സ് അടയ്ക്കാൻ പോകുന്ന സമയത്താണ് എൻ്റെ കയ്യിൽ ഇത്രയും പൈസ വരുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഞാനിത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, എങ്ങനെ ചിലവഴിച്ചു എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടി 10 കാശ് ചിലവാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ വർഷം ഞാനൊരു തീരുമാനം എടുത്തു. ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നുള്ളത്, എനിക്കൊരു ലൈഫ് ഉണ്ടാവണമെന്നുള്ള ഒരു തീരുമാനം ഞാൻ എടുത്ത വർഷം. ഈ പറഞ്ഞ പോലെ വാങ്ങാനായിരുന്നെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന, പോകാനാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും പല പ്രശ്നങ്ങൾ കൊണ്ടും പോകാൻ പറ്റാതിരുന്ന, എൻ്റെ പ്രയോറിറ്റീസ് എന്തായിരിക്കണമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു വർഷം. ഒരുപാട് സിനിമകൾ കണ്ട, പിന്നെ അത് സ്ഥിരമായിട്ടുള്ള സിനിമകൾ കാണുമ്പോൾ നല്ല സിനിമകളാണെന്ന് തോന്നിയ സിനിമകൾ പൊട്ടുന്നതും കണ്ടു. മോശം സിനിമകൾ മോശമാണെന്ന് എനിക്ക് തോന്നുന്ന സിനിമകൾ ഹിറ്റാവുന്നത് കണ്ടു. അതിൽ പലതിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞതിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എയറിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടിട്ടുള്ള കുറേ ആളുകൾ ചിലർ തള്ളിപ്പറഞ്ഞു, ചിലരെ തള്ളി മാറ്റേണ്ടി വന്നു. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി. ഒരു സുഖകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഖകരമായ കുറേ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്, ഒരുപാട് റിയലൈസേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒട്ടും സുഖകരമായൊരു യാത്രയായിരുന്നില്ല അത്. ഒരുപാട് ഇപ്പോൾ ഒരാഴ്ചത്തെ കാര്യം എടുത്ത് നോക്കിയാൽ ആ ആഴ്ചയിൽ ഒത്തിരി സന്തോഷവും ഒത്തിരി സങ്കടവും ഒരുപോലെ വന്നു പോകുന്ന അങ്ങനത്തെ ഒരു രീതിയിലൊക്കെയാണ് ലൈഫ്. അങ്ങനെയാണ് മുന്നോട്ട് പോവുക. ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞത് വർഷാവസാനം കൂട്ടിയും കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് സന്തോഷങ്ങളായിരുന്നു കൂടുതലെന്ന് തോന്നുന്ന ഒരു വർഷമാവട്ടെ 2026 എന്നാണ്. ആ വർഷം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. പക്ഷേ അടുത്ത വർഷം കൂടുതൽ നന്നാവട്ടെ എന്ന് പറയുന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുക. അതാണല്ലോ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുക. ഈ ഷെയ്ൻ നിഗം ഒരിക്കൽ പറഞ്ഞ പോലെ ആരോ ഈ കലണ്ടർ ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ, ഈ കലണ്ടർ നോക്കണോണ്ടല്ലേ നമുക്ക് വയസ്സാവുന്നത്, ആക്ച്വലി നമുക്ക് വയസ്സാവുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന പോലെ ഓരോ വർഷവും കടന്നു പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഡേറ്റ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ പിടിക്കും, ഇനി നമ്മൾ അടിപൊളിയാക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഞാനും ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ലൈഫിലെ കുറേ നല്ല അപ്ഡേറ്റ്സ് സംഭവിക്കട്ടെ, അതിൽ സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ പറ്റട്ടെ. നിങ്ങളിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു വലിയ സപ്പോർട്ടുണ്ട്, അതിന് ഞാൻ താങ്ക്സ് പറയുകയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ബിഗ് ബോസ് റിവ്യൂവും പരിപാടിയൊക്കെ ചെയ്തു തുടങ്ങി. അവിടുന്ന് കിട്ടിയ സപ്പോർട്ട്, ആ സപ്പോർട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള റവന്യൂ എല്ലാം നമ്മൾ പറയണമല്ലോ. ആൻഡ് ശ്രുതി എന്ന് പറയുന്നൊരു കൂട്ട്, എല്ലാം കൊണ്ടും കഴിഞ്ഞ വർഷം ഞാൻ കൂട്ടിയും കഴിച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. പക്ഷേ ഞാൻ എന്നെ അനാവശ്യമായി ഒരുപാട് പേരോട് കമ്പയർ ചെയ്ത് ലൈഫ് തീർന്നു പോയി എന്നൊക്കെ വിചാരിച്ചിരുന്ന അത്തരം ഇൻസിഡൻസും എനിക്ക് കഴിഞ്ഞ വർഷം സംഭവിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് എ മിക്സ്. എല്ലാവരുടെയും വർഷം 2025 അവസാനമാകുമ്പോഴേക്കും ആകെ 3G അടിച്ചിരിക്കുകയാണ്. ഈ വർഷത്തിൻ്റെ തുടക്കം തന്നെ ചളവായിപ്പോയി, ഇനി ഈ വർഷവും പോക്കാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരോട് വർഷം പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറയാനുള്ളത്. മുന്നോട്ട് പോയേ പറ്റും. നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ആ മുന്നോട്ട് വെക്കുന്നിടത്ത് ചിലപ്പോൾ കുഴിയായിരിക്കും, പക്ഷേ ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഒരു വലിയ കയറ്റത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പായിരിക്കും. അതുകൊണ്ട് മുന്നോട്ടുള്ള പടി വെക്കാൻ മടിക്കാതിരിക്കുക. കുഴിയിലേക്ക് പോയാലും കയറി വരാൻ ഏണിയോ സ്റ്റെപ്പോ എന്തെങ്കിലും കാണും, അതൊന്ന് കണ്ടുപിടിക്കാനുള്ളൊരു മനസ്സ് കാണിച്ചാൽ മതി. മുന്നോട്ടുള്ള സ്റ്റെപ്പ് വെക്കൽ മുടക്കാതിരുന്നാൽ മതി. വർഷയോട് എനിക്ക് പറയാനുള്ളത്, വർഷ യു ആർ നോട്ട് അലോൺ. എൻ്റെ വീട്ടിൽ ഞാൻ
താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുറിയുടെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ മുറിക്ക് പുറത്ത് ഒരുപാട് ആളുകളുണ്ട്. അവിടെ അനിയത്തിമാരുണ്ട്, ഇച്ചുണ്ട്, അളിയനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ആ മുറിയുടെ ഡോർ അടയ്ക്കുന്ന മൊമെൻറ്റിൽ ഞാൻ ഒറ്റയ്ക്കായി പോകുമായിരുന്നു. ഒന്നുമില്ല, ആരുമില്ല, 4 ചുവരും ഞാനും മാത്രം. അതിൻ്റെ ഇടയിൽ എനിക്കാകെ പുറലോകമായിട്ടുള്ള കണക്ഷൻ, അല്ലെങ്കിൽ ഞാൻ ആരോടെങ്കിലും സംസാരിക്കുന്നു. ചില വീഡിയോസിനൊക്കെ കിട്ടിയിട്ടുള്ള റെസ്പോൺസ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ജീവിക്കുന്നത് ചിലപ്പോൾ ഇതിനായിരിക്കുമെന്ന്. അങ്ങനെ വരെ തോന്നിപ്പോകുന്ന അത്രയും ലോൺലിനെസ് അടിച്ചു പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. വർഷ പറഞ്ഞില്ലേ, ഒരു വലിയ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ആരുമില്ല എന്ന്. എനിക്ക് ആ വാതിലൊരു വലിയ തടസ്സമായിരുന്നു. ഞാൻ എന്നിലേക്ക് തന്നെ ഒതുങ്ങിപ്പോയ അങ്ങനെ ഒരു സമയം. ചുറ്റും എല്ലാവരും ഉള്ളപ്പോഴും അവരെ നമ്മൾ കാണാതെ പോകുന്നത് അതും ഒരവസ്ഥയാണ്, ദുരവസ്ഥയാണ്. ആൻഡ് വർഷ പറഞ്ഞില്ലേ, എനിക്ക് ഇത്രയൊന്നും ഇൻഡിപെൻഡൻ്റ് ആവാനും സ്ട്രോങ് ആവാനും ആഗ്രഹം ഉണ്ടായിട്ടല്ല എന്ന്. നമ്മളീ പറയുന്ന ഇൻഡിപെൻഡൻസിയും സ്വാതന്ത്ര്യവും സ്ട്രെങ്ത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വേണമെന്ന് പറയുമ്പോഴും നമുക്ക് സപ്പോർട്ടിന് ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. അതൊരുപാട് ആഗ്രഹിച്ചിട്ട് അത് കിട്ടാതിരിക്കുക എന്ന് പറയുന്നത് അത്രയും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ എനിക്ക് ജസ്റ്റ് ആശംസിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഒരാൾ വർഷയെ മനസ്സിലാക്കുന്ന, വർഷ ടയേർഡാവുമ്പോൾ കൂടെ ഇരിക്കാൻ പറ്റുന്ന, ഒരു തോള് തരാൻ പറ്റുന്ന നല്ലൊരു കൂട്ടുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി കൂട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൂടുതൽ സ്ട്രോങ്ങറായി മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നുള്ള ആശംസ കൂടിയാണ്. ചിലപ്പോൾ 2027 ഇതുപോലൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പറയാൻ ചിലപ്പോൾ അങ്ങനൊരു ഏറ്റവും നല്ല കൂട്ട് കിട്ടി എന്ന വിശേഷം ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇങ്ങനൊരു വീഡിയോയിൽ കണ്ണീര് കാണിക്കുക എന്ന് പറയില്ലേ, ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആരും ചെയ്യാത്തൊരു കാര്യമാണ്. ഇമോഷൻസ് മനുഷ്യനുണ്ടാവുമെന്നും അത് എക്സ്പ്രസ് ചെയ്യാനുള്ളതാണെന്നും എല്ലാത്തരം ഇമോഷൻസും എല്ലാവർക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും എല്ലാവരും ചിരി മാത്രം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥ കൂടിയുണ്ട്. വർഷ ഇത്രയും ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ദുഃഖങ്ങളും കൂടിയുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ അങ്ങനെ ദുഃഖിക്കുന്ന കുറേ ആളുകൾക്ക് എൻ്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെയെന്ന് പറയുന്നൊരു തോന്നലിൽ നിന്ന് രക്ഷപ്പെടാൻ അത് സഹായകമാവും. കാര്യം അപ്പുറത്തെ വീട്ടിൽ കറണ്ടില്ലല്ലോ എന്നറിയുമ്പോൾ ഒരു ആശ്വാസം പോലെയാണെങ്കിലും വർഷയുടെ കണ്ണീരിന് വേറെയും കുറേ ആൾക്കാരുടെ കണ്ണീരിന് ഇറ്റ്സ് ഓക്കെ എന്ന് പറയാനുള്ളൊരു കരുത്തുണ്ട്. ആ കരുത്തൊരിക്കലും കൈവിട്ട് പോകാതിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കാം.